ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. ഇന്ന് പരീക്ഷണമെന്ന നിലയ്ക്ക് സിറോ മലബാർ സഭയുടെയും ആഗോള സഭയുടെയും മാർച്ച് 16-ാം തീയതിയിലെ വിശുദ്ധ കുർബാന മധ്യേയുള്ള സുവിശേഷ ഭാഗങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ആ രണ്ട് ക്രമങ്ങളിലെ വിശുദ്ധ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ സാമാന്യമായി ഈ സംഭാഷണം അല്പം ദൈർഘ്യമുള്ളതായി മാറാം. വിട്ടുകളയാതെ കേൾക്കാൻ ശ്രമിക്കണം എന്നാണ് ഒരു അഭ്യർത്ഥന. ഈ രണ്ട് വാക്യങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങളും ചേർന്നു പോകുന്നവയാണ് എന്നതും ഒരു പ്രത്യേകതയാണ്. യേശുവാകുന്ന വചനത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. യേശുവാകുന്ന വചനത്തെ ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ തിരുവചനത്തെ അല്ലെങ്കിൽ യേശുവിലൂടെ സുവിശേഷം നമ്മെ അറിയിക്കുന്ന കാര്യങ്ങളെ ഏത് വിധത്തിൽ ചേർത്ത് വെച്ചാലും ഒത്തുപോകും എന്നതും ഒരു പ്രത്യേകതയാണ്. ആഗോളസഭ ലൂക്കാ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 28 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ സുവിശേഷ ഭാഗം നമ്മോട് എന്താണ് പറയുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. ദൈവം നമ്മോട് പറയുന്നത്, ദൈവം പറയുന്ന കാര്യങ്ങൾ നാം വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോഴാണ്, അനുഗമിക്കുമ്പോഴാണ് നമ്മൾ നീതീകരിക്കപ്പെടുക എന്നാണ്. നാം നീതീകരിക്കപ്പെടുന്നത് നമ്മുടെ കഴിവിനാലല്ലെന്ന് നമുക്കറിയാം. അത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. യേശുക്രിസ്തുവിലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. സ്വന്തമായി നീതീകരിക്കാൻ നമ്മുടെ കയ്യിൽ നന്മയൊന്നുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നാം നീതീകരിക്കപ്പെടുക. അബ്രഹാമിനെ കൂടാരത്തിന് പുറത്തു കൊണ്ടുവന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണിച്ച്, നിനക്ക് ഈ നക്ഷത്രങ്ങളെ പോലെ ഒരു പിൻജനതയെ ഞാൻ നൽകും എന്ന് ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാമിന് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല, അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അബ്രഹാമിനോട് നിനക്ക് ഇങ്ങനെ സന്തതി പരമ്പരയെ നൽകും എന്ന് പറയുമ്പോൾ അബ്രഹാം അത് വിശ്വസിക്കുന്നുണ്ട്. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതീകരണത്തിന് കാരണമായി എന്ന് ഉൽപ്പത്തി പുസ്തകം 15:6 നമ്മെ പഠിപ്പിക്കും. അപ്പൊ നീതീകരണത്തിനുള്ളൊരു മാർഗം വിശ്വാസമാണ്. കർത്താവ് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയണം. എന്നിട്ട് അബ്രഹാം ദൈവത്തോട് സംശയം ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് സംഭവിക്കുക, എങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുക? അതിനടയാളമായിട്ട് ദൈവം പറയുന്നത്, നീ ഒരു പശുക്കിടാവിനെ കൊണ്ടുവരിക, ഒരു ബലിയർപ്പണത്തിലേക്ക് നീ വരിക. ആ ബലിയർപ്പണത്തിൽ അബ്രഹാം ബലിപീഠത്തിന് മുകളിൽ വയ്ക്കുന്ന ബലിമൃഗത്തിന്റെ മാംസത്തിന്റെ മധ്യത്തിലൂടെ കർത്താവ് അഗ്നിയായി കടന്നു പോകുന്നത് അബ്രഹാമിന് വെളിവായി. അങ്ങനെ അബ്രഹാം അത് ഉറയ്ക്കുന്നു. എങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിക്കുക? കർത്താവ് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണം. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നു എന്നതാണ് നമ്മുടെ ദൗർബല്യം. ദൈവം പറഞ്ഞ വാക്കുകളൊക്കെ ശരിയാണ്, അതൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നാം സംശയാലുക്കളാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നും അവൻ വിശ്വസ്തനാണെന്നും അവൻ നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റും എന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ അനുനിമിഷം ആകുലതയിൽപ്പെട്ടു പോകും, സംശയത്തിൽപ്പെട്ടു പോകും. സന്ദേഹം എപ്പോഴും വിശ്വാസിയുടെ കൂടെയുള്ളൊരു കാര്യമാണ്. ആ സന്ദേഹമില്ലാതെ വിശ്വസിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം വിശുദ്ധ ബലിയിലേക്ക് നോക്കണം. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യം വെളിവാകുക. അതെങ്ങനെയാണ് വെളിവാകുക? യേശു തന്നെ മുറിച്ചു വിളമ്പുന്നു. ദൈവം തൻ്റെ പുത്രനെ യാഗമായിട്ട് അർപ്പിക്കുന്നു. ഈ യാഗത്തിലേക്ക് തിരിയുമ്പോഴാണ് ദൈവം പറഞ്ഞ വാക്കുകൾ നിറവേറും എന്നൊരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക. സ്വന്തം പുത്രനെ തന്നെ തന്നു, അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് തരാതിരിക്കുമോ? അതാണ് ന്യായം. ദൈവം നമുക്ക് വേണ്ടി സ്വപുത്രനെ ബലിയർപ്പിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി അവിടുന്ന് സ്വപുത്രനെ കുരിശിൽ അർപ്പിച്ചു. പുത്രൻ സഹനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിക്കുന്നു, പാപം ക്ഷമിക്കുന്നു. അങ്ങനെ പാപക്ഷമയായി മാറിത്തീർന്ന ഒരുവനെ നമുക്ക് നൽകാൻ തിരുമനസ്സായ ദൈവം നമുക്ക് ബാക്കി കാര്യങ്ങൾ തരാതിരിക്കുമോ? അതാണ് വിശ്വാസത്തിന്റെ യുക്തി. എൻ്റെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെടും. കാരണം സ്വപുത്രനെ ബലിയർപ്പിക്കാൻ തക്ക വിധം അവിടെ നിന്ന് എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എന്നോടുണ്ട് എന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ എന്നെ നയിക്കുക. അപ്പോഴാണ് എനിക്ക് വചനം സ്വീകരിക്കാൻ കഴിയുക. കർത്താവ് പറയുന്ന കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്ന ഭാഗ്യപ്പെട്ട അവസ്ഥയിലേക്ക് എനിക്ക് പുരോഗമിക്കാൻ പറ്റുക. അങ്ങനെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണം.
എന്താണ് കർത്താവ് പറയുന്ന കാര്യങ്ങൾ? കർത്താവ് പറയുന്ന കാര്യങ്ങളായി വിശുദ്ധ ഗ്രന്ഥത്തിലാകെ നമുക്ക് കാണാവുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, മോശ വഴി നൽകപ്പെട്ട കൽപ്പന. 2, പ്രവാചകന്മാർ ഈ കൽപ്പനകളെ സംബന്ധിച്ച് നടത്തിയ അല്ലെങ്കിൽ ഈ കൽപ്പനകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വന്നുപോയ പിഴവുകൾക്ക് നൽകിയ പ്രബോധനങ്ങൾ, ക്രിസ്തു വരുമെന്ന പ്രവചനം. അങ്ങനെ പ്രവാചകന്മാരിലൂടെ നിയമാനുഷ്ഠാനത്തിലെ പൊള്ളത്തരങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും രക്ഷകനായ മിശിഹ വരുമെന്ന അറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ഭാഗം അത് ദൈവം സംസാരിക്കുന്നതാണ്. മോശയോട് 10 കൽപ്പന ദൈവം സംസാരിച്ചതാണ്. ആ 10 കൽപ്പനയ്ക്ക് ശേഷം ആ 10 കൽപ്പനയെ 613 വിലക്കുകളും നിയമങ്ങളുമാക്കി മാറ്റി ഇസ്രായേലിന്റെ മേൽ കടുത്ത ഭാരം ചുമത്തി കൊല്ലരുത് എന്ന് പറഞ്ഞ കൽപ്പന പാലിക്കാത്തവരെ കൊന്നുകളയാമെന്ന തരത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. അങ്ങനെ വ്യാഖ്യാനം ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരെ കാരുണ്യം ഇല്ലാത്ത നിയമാനുഷ്ഠാനത്തിന്റെ പൊള്ളത്തരങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ടും പരമകാരുണികനായ കർത്താവ് തന്റെ പുത്രനെ തന്നെ നൽകുമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടും പ്രവാചകന്മാർ പ്രവചിച്ചു. ഈ പ്രവചനവും നിയമവും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ബാക്കി ഒരു ഭാഗത്ത് യേശുവാണ് യഥാർത്ഥ വചനമായിട്ട് വരുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ കൽപ്പനകളുണ്ട്, ആ കൽപ്പനകളെ കൈവിടാൻ പറ്റില്ല. പക്ഷെ കൽപ്പനകളുടെ പ്രാക്ടീസിൽ വന്ന കുഴപ്പങ്ങൾ, അനുഷ്ഠാനത്തിൽ വന്ന കുഴപ്പങ്ങളുണ്ട്. അവയെ വിമർശിക്കുകയും യഥാർത്ഥ രക്ഷകൻ വരാനിരിക്കുന്നു എന്ന പ്രബോധനം നൽകുകയും ചെയ്യുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് ശേഷം ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി, നിയമത്തിന്റെ പൂർത്തീകരണമായി വരുന്ന മിശിഹ, ആ മിശിഹായിലാണ് നമ്മൾ അവസാനമായി ഇത് കാണുന്നത്. മൂന്ന് ഘട്ടത്തിലാണ്, 3 സ്ഥലത്താണ് ദൈവത്തിന്റെ സംസാരം. അപ്പൊ ഏത് സംസാരമാണ് നമ്മൾ കേൾക്കുക? ഈ താബോർ മലയിൽ വെച്ച് യേശു മോശയോടും ഏലിയായോടും സംസാരിക്കുന്ന ഒരു സംഭവം ശിഷ്യന്മാർ കാണുകയാണ്. സാധാരണഗതിയിൽ യേശു പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോവാറ്. ശിഷ്യന്മാരെ മാറ്റിയിരുത്തിയിട്ട് ഒറ്റയ്ക്ക് പോയാണ് പ്രാർത്ഥിക്കുക, വിജനതയിലാണ് പ്രാർത്ഥിക്കുക. താബോർ സംഭവത്തിൽ നമുക്ക് കാണാം, വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 28 മുതൽ 36 വരെ തിരുവചനങ്ങളിൽ ശിഷ്യന്മാർ കൂടെയുണ്ട്. ഈ ശിഷ്യന്മാരെ കൂടെ നിർത്തിയിട്ട് യേശു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം എന്താണ്? കാരണം യേശു അപ്പോൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ യേശു രൂപാന്തരപ്പെടുന്നത് യേശുവിന് എന്തെങ്കിലും അനുഭവം ഉണ്ടാകാനോ ഒരു സ്വാഭാവിക പ്രവൃത്തിയായിട്ടോ അല്ല, അത് ശിഷ്യർക്ക് വേണ്ടിയാണ്. എന്താണ് ശിഷ്യർക്ക് വേണ്ടി അപ്രകാരം ഒരു കാഴ്ച ഒരുക്കേണ്ട ആവശ്യം എന്താണ്? ശിഷ്യന്മാർ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നവരാണ്. യഹൂദ പാരമ്പര്യത്തിലെ ഒരു പ്രവാചകനായിട്ടോ ഗുരുവായിട്ടോ യേശുവിനെ അംഗീകരിക്കാൻ യഹൂദർക്ക് വലിയ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പം എന്താണ്? യേശു നിയമത്തിന്റെ പൊള്ളത്തരങ്ങളെക്കുറിച്ച് പറയുന്നു, പാരമ്പര്യ ലംഘകനായിട്ട് മാറുന്നു, പിതാവിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ പറയാൻ ഇവൻ ആര്? അദൃശ്യനായ ഒരു ദൈവത്തെയാണ് ഇസ്രായേൽ ആരാധിക്കുന്നത്. ദൃശ്യനായ ഒരുവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞു വരുന്നു. അവൻ എങ്ങനെ അംഗീകരിക്കും? ഈ സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുന്ന യഹൂദ സമുദായത്തിന്റെ പ്രതിനിധികളാണ് യേശുവിന്റെ ശിഷ്യന്മാരായിട്ട് കൂടെയുള്ളത്. മോശയോടും ഏലിയായോടും യേശു സംസാരിക്കുമ്പോൾ യേശു ഈ കൂട്ടത്തിൽപ്പെട്ട ഒരുവനാണെന്നൊരു ബോധ്യം, അതായത് മോശയെപ്പോലെ ഏലിയായെപ്പോലെ പ്രധാനപ്പെട്ടവനാണ് എന്നൊരു ബോധ്യം സാധാരണഗതിയിൽ ശിഷ്യർക്കുണ്ടാവും. യഥാർത്ഥത്തിൽ യേശുവിന്റെ വചനത്തെയാണ് പിൻചൊല്ലേണ്ടത് എന്ന് പറയാൻ, അടയാളപ്പെടുത്തി കൊടുക്കാൻ യേശു അവർക്ക് ദൃശ്യമാകുന്ന രീതിയിൽ മോശയോടും ഏലിയായോടും സംസാരിക്കുകയാണ്. അങ്ങ് സംസാരിക്കുന്ന യേശുവിന്റെ വസ്ത്രം തൂമഞ്ഞും പോലെ വെളുക്കുന്നു. അത് ഭൂമിയിലെ അലക്കുകാർക്ക് ആർക്കും വെളുപ്പിക്കാൻ കഴിയാത്ത വിധം പ്രകാശമാനമായി മാറുന്നു. അത് ദാനിയേൽ പ്രവചനത്തിൽ ദൈവത്തെ ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ യേശു മോശയോടും ഏലിയായോടും സംസാരിക്കുന്നു. ഇത് കണ്ടു ശിഷ്യന്മാർ. അവർ തിരികെ ഇറങ്ങിപ്പോരുന്നുണ്ട്. അവർ തിരികെ ഇറങ്ങിപ്പോരുമ്പോൾ പത്രോസ് അവരുടെ അകത്തുള്ള ഈ മനോഭാവം, അതായത് മോശയും ഏലിയായും നീയും
ഞങ്ങൾക്ക് കണക്കാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തുല്യമാണെന്ന് പറയുന്ന, നിങ്ങളെ ആരെയും വിടാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്ന ആ മനോഭാവം വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. എന്നിട്ട് 3ഉം ചേർത്ത് വെച്ച് നമുക്ക് ജീവിക്കാം. നമ്മൾ ഇന്ന് സുവിശേഷ പ്രഘോഷണ മേഖലയിൽ കാണുന്ന ഒരു പ്രശ്നം അതാണ്. മോശയെയും ഏലിയായെയും യേശുവിനെയും ഒരേ സ്ഥലത്ത് നിർത്തി, ഒരേ പൊസിഷനിൽ നിർത്തിയിട്ടാണ് നമ്മളിന്ന് വചനം ശ്രവിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനൊരു വലിയ അബദ്ധം, മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകൾ വ്യാഖ്യാനിക്കപ്പെടുകയും പ്രയോഗിക്കപ്പെടുകയും ചെയ്തപ്പോൾ കൽപ്പനകൾക്ക് തന്നെ വിരുദ്ധമായി മാറിയിട്ടുണ്ട്. നിയമത്തിന്റെ കാരുണ്യത്തെ, കാർക്കശ്യം കീഴടക്കിയതാണ് പഴയ നിയമഭാഗത്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കൽപ്പന പാലിക്കാത്തവനോട് കരുണാമയനായ ദൈവം ക്ഷമിക്കുകയില്ല, അവനെ ശപിക്കും. ദൈവത്തിന്റെ കൽപ്പന പാലിക്കാത്തവരെ കൊന്നുകളയണം എന്ന നിലയിലേക്ക് ഈ വചനത്തിന്റെ അനുഷ്ഠാനം മാറിത്തീർന്നു. മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ടാകാനായി, ദൈവത്തിൽ നിന്ന് വീണുപോയവനെ രക്ഷിക്കാനായി ദൈവം കൊടുത്ത കൽപ്പന, ജീവിതക്രമം, ആ ക്രമത്തെ തള്ളിക്കളഞ്ഞിട്ട് കാരുണ്യമായ ദൈവത്തെ നിഷ്ഠൂരനും നിർദ്ദയനുമായ ഒരു ശിക്ഷകനാക്കി അവതരിപ്പിക്കുന്നുണ്ട് പഴയ നിയമ പുസ്തകങ്ങൾ. പലപ്പോഴും സുവിശേഷ പ്രഘോഷണ വേദിയിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ഈ പഴയ നിയമത്തിലെ കാർക്കശ്യവും ശാപവും പാരമ്പര്യത്തിന്റെ വീഴ്ചയും ഒക്കെ കുടുംബവൃക്ഷമായിട്ടും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നും ഈ കുടുക്കി തന്നെയാണ്. ഇപ്പൊ മോശയുടെ കൽപ്പനകൾ, പ്രവാചക വചസ്സുകൾ, മോശയുടെ കൽപ്പനകൾ അനുഷ്ഠാനത്തിൽ വന്നപ്പോൾ, പ്രയോഗത്തിൽ വന്നപ്പോൾ അതിനകത്ത് കടന്നുകൂടിയ ദൈവം നിർദ്ദയനും നിർദാക്ഷിണ്യനുമായ കർക്കശക്കാരനായ, നിയമത്തിനനുസരിച്ച് രക്ഷ നൽകുന്ന ഒരാളായി പരിമിതപ്പെടുത്തുന്ന ഭാവത്തെ വിമർശിച്ച പ്രവാചകന്മാർ, യേശുവിന്റെ വരവിനെ വിളിച്ചോതിയ പ്രവാചകന്മാർ, അവരുടെ വചനവും യേശുവാകുന്ന വചനവും ഒന്നിച്ചു ചേർത്ത് വെക്കാം. ഇത് വേറൊരിടത്തും നമുക്ക് കാണാം. എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന എന്താണെന്ന് ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ പറയുന്ന അഭിപ്രായങ്ങളിൽ ഏലിയായുണ്ട്, ജെറമിയായുണ്ട്, പ്രവാചകന്മാരിൽ ഒരുവനുണ്ട്. ഈ ഗണത്തിൽപ്പെടുത്താം. ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് വിശുദ്ധ പത്രോസ് ഏറ്റു പറയുമ്പോഴും ഹൃദയഭാവത്തിനകത്ത് ഈ കുറവ് കിടപ്പുണ്ട്. ഇതൊക്കെ ഒരു ഗണമാണ്. ഈ വചനം പറയുന്ന, മോശ പറയുന്ന, പ്രവാചകന്മാർ പറഞ്ഞ ആ വചനത്തിന്റെ ഭാഗമായ ഒരു പ്രവാചക ദൗത്യത്തിന്റെ ആളായിട്ട് ക്രിസ്തുവിനെ കാണുന്ന പരിമിത ഭാവം അവർക്കുണ്ട്. ഇന്നും നമുക്കതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നും നമുക്കതുണ്ട്. അതുകൊണ്ടാണ് യേശുവാകുന്ന വചനത്തെ പ്രമാണിക്കേണ്ടതിന് പകരം പഴയ നിയമത്തെ ഇപ്പോഴും നമ്മൾ സാധൂകരിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ 10 കൽപ്പനകളാണ് പഴയ നിയമം. പുതിയ നിയമം യേശു, പഴയ നിയമം 10 കൽപ്പന. ആ 10 കൽപ്പന അനുഷ്ഠാനമാക്കിയപ്പോൾ വന്ന പിഴവുകളെയും കൂടിച്ചേർത്ത് ചുമക്കുന്ന യഹൂദ മനസ്സ് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. ഗോത്രീയമായ സ്വഭാവങ്ങളും ഈ മനസ്സും കൈവിടാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ഇറങ്ങിപ്പോരുമ്പോൾ നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്നാണ് വിശുദ്ധ പത്രോസ് പറയുന്നത്. കണ്ടതൊന്നും കൃത്യമായിട്ട് പത്രോസിന് മനസ്സിലായില്ല. അപ്പോഴാണ് ഒരു മേഘം അവരെ വന്ന് മൂടുന്നു. മേഘത്തിൽ നിന്നൊരു സ്വരമുണ്ടാകുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. നിങ്ങൾ പഴയ നിയമത്തെയല്ല ശ്രവിക്കേണ്ടത്, ഇവനെയാണ് ശ്രവിക്കേണ്ടത്. ഇവൻ പറയുന്നതാണ് കേൾക്കേണ്ടത്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാട്ടി നിനക്ക് കുഞ്ഞുങ്ങളെ നൽകുമെന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞ വാഗ്ദാനത്തെ വിശ്വസിച്ച അബ്രഹാം വചനത്തിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെടുന്നത് പോലെ ക്രിസ്തുവാകുന്ന വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് നീതീകരിക്കപ്പെടാൻ വിളിക്കപ്പെടുകയും നമ്മുടെ അയോഗ്യതകൾക്ക് മുഴുവൻ പരിഹാരമായി മാറിയ അവനോട് നമ്മെ തന്നെ ചേർത്ത് വെക്കുകയും ചെയ്താണ് ജീവിതം ക്രിസ്തുവിലാക്കി തീർക്കേണ്ടത് എന്ന കാര്യമാണ് വചനം ഇന്ന് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയും, നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുന്നവരാകുവിൻ. ഞങ്ങളെ അനുകരിക്കുന്നവരാകുവിനെന്ന് ശ്ലീഹ പറയാൻ കാര്യം എന്താ? ഞങ്ങൾ ക്രിസ്തുവിനെയാണ് അനുഗമിക്കുന്നത്. ക്രിസ്തുവിന്റെ കുരിശിന് എതിരായി മാറരുത്, കുരിശാകുന്ന വചനത്തിന് എതിരായി മാറരുത്. കുരിശിന്റെ വചനം നമ്മോട് പറയുന്നത് എന്താ? അവരന് വേണ്ടി മരിക്കുക എന്നുള്ളതാണ്. കൊല്ലുക എന്നതിൽ നിന്ന് മരിക്കുക എന്നതിലേക്ക്, അവരിനെ അടിമപ്പെടുത്തുക എന്നതിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നതിലേക്ക്, അവരനെ വിധിക്കുക എന്നതിൽ നിന്ന് അവരനെ സ്വീകരിക്കുക എന്നതിലേക്ക്.
അവരെ തൊട്ട് മാനിക്കുക എന്നതിലേക്ക് നിങ്ങൾ വളരണം. കുരിശിന് നിങ്ങൾ വിരുദ്ധരായി മാറരുത്. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശു രൂപാന്തരപ്പെട്ടതുപോലെ, മഹത്വീകരിക്കപ്പെട്ട് കണ്ടതുപോലെ നമ്മുടെ ദുർബല ശരീരത്തെയും അവന്റെ ശക്തി വഴി മഹത്വമുള്ളതാക്കി മാറ്റും. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ തന്നെ സ്വർഗീയ ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ്. സ്വർഗീയ ജീവിതം ആരംഭിക്കുന്നത് എപ്പോഴാണ്? യേശുവിനെ ഇങ്ങനെ സ്വീകരിക്കുമ്പോഴാണ്. കുരിശാകുന്ന വചനത്തെ സ്വീകരിക്കുമ്പോൾ, ക്രിസ്തുവാകുന്ന വചനത്തെ സ്വീകരിക്കുമ്പോൾ, അവന്റെ മാർഗത്തിൽ നാം ചരിക്കുമ്പോൾ ആനുകാലിക ലോകത്ത് സ്വർഗത്തിന്റെ അനുഭവം നാം കൊണ്ടുവരികയാണ്. നിരുപാധികമായ ക്ഷമയുടെ, അപരിമേയമായ സ്നേഹത്തിന്റെ, ജീവാർപ്പണത്തിന്റെ ഒരു വേദിയായി ലോകം മാറും. ഞാനും നിങ്ങളും ജീവിക്കുന്ന ചുറ്റുപാടിൽ ക്രിസ്തുവാകുന്ന വചനത്തെ പ്രമാണിക്കുന്നത് എങ്ങനെയാണ്? അവൻ നടന്ന വഴിയിലൂടെ നടക്കുക, അവൻ നോക്കിയതുപോലെ നോക്കുക, അവൻ ചെയ്തതുപോലെ ചെയ്യുക. അവൻ ചെയ്തത് തന്നെ തന്നെ ബലിയർപ്പിച്ച് മനുഷ്യകുലത്തിന് മോചനം നൽകുന്ന പ്രവൃത്തിയാണ്. ഞാനും നിങ്ങളും വിളിക്കപ്പെടുന്നത് അതേ പ്രവൃത്തിയിലേക്കാണ്. കാരണം ക്രിസ്തുവിൽ സാധ്യമായ രക്ഷ ആനുകാലിക ലോകം അനുഭവിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ജീവിതാർപ്പണം വഴിയാണ്. അതുകൊണ്ട് പഴയ നിയമാനുഷ്ഠാനത്തിന്റെ മാർഗത്തിലേക്ക് തിരികെയല്ല വേണ്ടത്. അബ്രഹാം നീതീകരിക്കപ്പെട്ടതുപോലെ അല്ല നാം നീതീകരിക്കപ്പെടുന്നത്. നാം യേശുവിന്റെ വചനത്തിൽ വിശ്വസിക്കുക വഴിയാണ്. യേശുവാകുന്ന വചനത്തെ സ്വീകരിക്കുക വഴിയാണ്. പഴയ നിയമത്തിൽ ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളെ കുറിച്ചാണ് വിശ്വാസം ഉണ്ടായിരുന്നതെങ്കിൽ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച ഒരുവനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നത്. അവനിൽ വിശ്വസിക്കുക മൂലം അവന്റെ വഴിയിലൂടെ ചരിക്കാൻ നാം വിളിക്കപ്പെടുന്നു. അങ്ങനെ യേശുവിനെ ആനുകാലിക ലോകത്ത് അവതരിപ്പിക്കുക എന്ന ദൗത്യമാണ് നമുക്കുള്ളത്. ആ ദൗത്യം നമ്മെ നീതീകരിക്കും. നമ്മുടെ ശരീരങ്ങളെ ദുർബലമായ ലോകാധിപത്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വശംവദമാകുന്ന ബലഹീന പ്രകൃതിയിൽ നിന്ന് ബലവത്തായ സ്നേഹത്തിന്റെ പുത്തൻ പ്രകൃതത്തിലേക്ക്, ക്രിസ്തു സാരൂപ്യത്തിലേക്ക് ഉയർത്തും എന്ന കാര്യമാണ് വചനം എന്ന് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിലായിത്തീരുന്ന നാം ഓരോരുത്തരും, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് കേൾക്കുവിൻ, അവന്റെ വാക്ക് അവന്റെ വചനമാണ്. അവൻ നമ്മോട് പറഞ്ഞത് കുരിശുമെടുത്ത് പിന്നാലെ ചെല്ലാനാണ്, അവരന് വേണ്ടി മരിക്കാനാണ്, മറ്റുള്ളവർക്ക് ഭക്ഷണമായി മാറാനാണ്. ഈ വാക്ക് ശ്രമിക്കുകയും അവനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ, അവനിൽ നമ്മുടെ ജീവിതമായി തീരുമ്പോൾ നമ്മുടെ ജീവിതം നിലനിൽക്കും, നിത്യമായി മാറും, മഹത്വീകൃതമാകും. അത് ഭൗമിക ജീവിതത്തിന്റെ സാധാരണ ചുറ്റുപാടിൽ തന്നെ സംഭവിക്കും എന്ന കാര്യമാണ് പറയുന്നത്. അവൻ നമ്മുടെ ദുർബല ശരീരത്തെ മഹത്വപ്പെടുത്തും. അങ്ങനെ പ്രകാശപൂർണമായ, ക്രിസ്തുവിൽ പ്രകാശിതമാകുന്ന ഒരു ജീവിതം കൊണ്ട് ആനുകാലിക ലോകത്ത് സ്നേഹം വിതയ്ക്കാനും കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും അനുഭവതലം ലോകത്ത് ഉയർത്തിക്കൊണ്ടുവരുവാനും എനിക്ക് നിങ്ങൾക്കും ബാധ്യതയുണ്ട്. യേശുവിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം ജീവിതത്തിൽ യേശുവിനെ അനുഗമിക്കുക എന്നാണ്, ക്രിസ്തുവിൽ ജീവിക്കുക എന്നാണ്. ഇതാണ് ആഗോള സഭ നമ്മോട് പറയുന്ന വചനഭാഗം. അവിടെ നമുക്ക് കാണാം, പഴയ നിയമത്തിൽ തുടങ്ങി ഫിലിപ്പിയർ ലേഖനം കൊണ്ടാണ് പ്രബോധനത്തെ പൂർത്തീകരിക്കുന്നത്. അവിടെ ക്രിസ്തുവാകുന്ന രഹസ്യത്തിലേക്ക് നാം എപ്രകാരമാണ് ചേർന്ന് നിൽക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ അവനിലായിത്തീരേണ്ടതെന്ന്, അവനെ പാലിക്കേണ്ടതെന്ന് വ്യക്തമായി പറയുന്നു. നാം നീതീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നാം നീതീകരിക്കപ്പെടുന്നു, മഹത്വീകരിക്കപ്പെടുന്നു. ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം. അപ്പോൾ യേശുവാകുന്ന വചനത്തെ നമ്മൾ പിൻചൊല്ലണം. ഇനി സീറോ മലബാർ ക്രമത്തിൽ നമുക്ക് കാണാം, അവിടെ വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 17 മുതൽ 28 വരെ തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുക. ജെറുസലേമിലേക്കുള്ള യാത്ര മധ്യേ ഈശോ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം. പോകുന്നത് ജെറുസലേമിലേക്കാണ്, അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കാണ്, ഒരുപക്ഷെ വിവേകരഹിതമെന്ന് പറയാവുന്ന പ്രവൃത്തിയിലേക്കാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് യേശു പീഡാനുഭവത്തെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. വരാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച്, ഉണ്ടാകാൻ പോകുന്ന പീഡനങ്ങളെ സംബന്ധിച്ചെല്ലാം പറഞ്ഞ് യേശു തന്റെ ഉദ്ധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ മനുഷ്യപുത്രൻ അധികാരികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവനെ അവർ ക്രൂശിക്കും, എങ്കിലും 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ശിഷ്യന്മാർ ഈ വചനത്തെ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ സ്വീകരിക്കുന്നില്ല. അവര് ആ സമയത്തും ഒരു തർക്കത്തിലാണ്.
യേശുവിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കാൻ ആരാണ് യോഗ്യർ, ആരാണ് വലിയവൻ എന്നൊരു തർക്കം ഈ ശിഷ്യ സമൂഹത്തിനകത്തുണ്ട്. യേശുവാകുന്ന വചനത്തെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നാം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും യഥാർത്ഥത്തിൽ ആരാധനയുടെ ഭാഗമാണെന്നും സ്വയാർപ്പണത്തിന്റെ വേദിയാണെന്നും തിരിച്ചറിയുകയും കഷ്ടതകളും ഞെരുക്കങ്ങളിലുമൊക്കെ മരിച്ച് ഉദ്ധിതരാകും നമ്മളെന്നൊരു ബോധ്യത്തിൽ നമ്മൾ എത്തിച്ചേരുകയും ചെയ്യണമെന്നാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാഠഭാഗം ഹൃദയത്തിലേശാതെ തർക്കത്തിലാണ്. ഈ തർക്കം ഇന്നും നമുക്ക് കാണാം. സഭാസമൂഹത്തിനകത്തും കുടുംബത്തിനകത്തും സാധാരണ ലോക സമൂഹത്തിനകത്തും നിരന്തരമായ ആരാണ് വലിയവൻ, ആരാണ് പ്രധാനപ്പെട്ടതെന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്ധമായി പോകുന്നുണ്ട് പലപ്പോഴും നമ്മൾ. അതിന് കാരണം ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്, അവന്റെ ഹൃദയം എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. അങ്ങനെയാണല്ലോ നോഹയുടെ കാലത്ത് ദൈവം ഭൂമി നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ദൈവത്തോട് ചേർന്ന് നിന്ന ഒരാളാണ് നോഹ. അതുകൊണ്ട് ആ ജലപ്രളയം നോഹയെ നശിപ്പിക്കുന്നില്ല, നോഹയുടെ കൂടെ പേടകത്തിൽ കയറിയവരെയും നശിപ്പിക്കുന്നില്ല. ഉൽപ്പത്തി കഥയിലാണ്. ഉൽപ്പത്തി കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യം എന്താ? ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ചേർന്ന് നിൽക്കുന്നവന് നാശം സംഭവിക്കില്ല. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി വെളിപ്പെടുത്തുന്നത് ഈ കഥയിലൂടെയൊക്കെയാണ് പഴയ നിയമത്തിൽ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഉൽപ്പത്തി 12-ാം അധ്യായം വരെയുള്ളത് അബ്രഹത്തെ വിളിക്കുന്നതിന് മുന്നോടിയായുള്ള കഥയായിട്ടാണ്. അത് വിശ്വാസത്തിന്റെ യുക്തിയിൽ എഴുതപ്പെട്ട കഥകളാണ്. ആ വിശ്വാസത്തിന്റെ യുക്തി നമ്മോട് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്നാണ്. ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിന് പകരം മാനുഷിക പ്രകൃതിയിൽ നാം ആരാണ് വലുത്, ലോകം എങ്ങനെയാണ്, ലോകത്തെ സ്ഥാനമാനങ്ങൾ പോലെയാണ് ദൈവരാജ്യം എന്ന തെറ്റിദ്ധാരണയിൽ നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുക. ഇനി ജോഷുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം, അവിടെ ജെറീക്കോ പട്ടണം പിടിക്കാൻ പോകുന്ന സമയത്ത് ഈ ജെറീക്കോ പട്ടണത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയല്ല ചെയ്യുന്നത്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്. നോഹ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ഈ രക്ഷയുടെ വഴി കാട്ടിത്തരുന്നു. ജെറീക്കോ പട്ടണം തകർത്ത് അവിടെ പ്രവേശിക്കാനായിട്ട് ഇസ്രായേലിന്റെ മുൻപിലുള്ളത് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള കാര്യമാണ്. ഇതൊരു പ്രതീകമായിട്ട് നമ്മൾ കാണണം. ജെറീക്കോ പട്ടണത്തെ തകർത്ത് മറ്റുള്ളവരെ തകർത്ത് അധികാരം പ്രയോഗിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ കാണരുത്. അന്നത്തെ ഗോത്രീയ സമൂഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ ആ കാര്യം പറയാണ്. അന്ന് അങ്ങനെ മനസ്സിലാവും, ഇന്നത്തെ പോലെ മനസ്സിലാവില്ല. ഇന്നത്തെ ജനാധിപത്യ ബോധമോ മനുഷ്യത്വ ബോധമോ ഇല്ലാത്തൊരു കാലമാണ്. അന്ന് ദൈവം കൂട്ടാളിയാണ്, വിജയം നൽകുന്നവനാണെന്ന ബോധ്യമാണുള്ളത്. സർവശക്തനായ. ഇപ്പൊ എങ്ങനെയാണ്? ഏറ്റവും ദുർബലനായ, എല്ലാവരോടും ക്ഷമിക്കുന്ന, ഹൃദയാർദ്രതയുള്ളൊരു ദൈവത്തെയാണ് ക്രിസ്തുവിൽ നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷെ പഴയ നിമിത്തം അങ്ങനെയല്ല. ഈ കർക്കശക്കാരനായ ദൈവം, ആ വിജയം നൽകുന്ന ആ ദൈവം ജെറീക്കോ പട്ടണത്തെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് ജോഷുവയുടെ പുസ്തകത്തെ നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ ഏൽപ്പിക്കുന്ന ദൈവം, അധികാരങ്ങൾക്കുപരിയായ ദൈവം ഒരു കാര്യം ക്രിസ്തുവിൽ വന്നിട്ട് പഠിപ്പിക്കുകയാണ്. അതെന്താണ് പഠിപ്പിക്കുന്നത്? സഹനം വഴി അവരനു വേണ്ടി മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് രക്ഷയിൽ പ്രവേശിക്കാം, ഉദ്ധിതരായി മാറാം, തോൽക്കുമ്പോഴൊക്കെ നിങ്ങൾ ജയിക്കും, അവരോട് കലഹിക്കുമ്പോഴൊക്കെ തോറ്റുപോകുന്നുവെങ്കിൽ നിങ്ങൾ ജയിക്കുകയാണ്, ക്ഷമ വഴി ജയിക്കാം, സഹനം വഴി ജയിക്കാം, സഹനം വഴി നിങ്ങൾക്ക് അവനവൻ കോട്ടകളെ തകർക്കാം, അങ്ങനെ സ്നേഹരാജ്യമായി പ്രഖ്യാപിക്കാം. അതാണ് ക്രിസ്തുവിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ യേശുവിനോട് സെബെദീ പുത്രന്മാരുടെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ ഒരു പുത്രൻ നിന്റെ ഇടത്തും ഒരു പുത്രൻ വലത്തും ഇരിക്കാൻ ഇടയുണ്ടാക്കണം. യഥാർത്ഥത്തിൽ സുവിശേഷം ആകെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, സെബെദീ പുത്രന്മാരുടെ അമ്മ ചോദിച്ച ഈ കാര്യം നടന്നു, വാസ്തവത്തിൽ നടന്നു. അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷി യാക്കോബാണ്. ഒരാൾ ഒരു വശത്ത്. അപ്പോസ്തലന്മാരിൽ രക്തസാക്ഷിയാകാതെ ദീർഘകാലം ജീവിച്ച്
ദൈവസന്നിധിയിലേക്ക് കടന്നുപോയത് യോഹന്നാനാണ്. 2 എക്സ്ട്രീം ലെവലിൽ അപ്പുറവും ഇപ്പുറവും നിന്നിട്ടുണ്ട്. യേശു പറയാണ്, നിങ്ങൾക്കിടയിൽ ഇങ്ങനെ തർക്കം ഉണ്ടാകരുത്. ഇത് ഭൗമികരായ രാജാക്കന്മാരുടെ ലോകത്താണ് ഈ തർക്കം ഉണ്ടാകുന്നത്. നിങ്ങളിങ്ങനെ തർക്കിക്കുകയല്ല വേണ്ടത്. ഇത് വിജാതീയരുടെ ഭരണകർത്താക്കൾക്കിടയിലുള്ള തർക്കമാണ്. ഭൗമിക ലോകത്ത് വിജാതീയരുടെ ഭരണകർത്താക്കളുടെ തർക്കമാണ്. ക്രിസ്തുവിലല്ലാത്തവർ, വിജാതീയരെന്ന് പറയുന്നത് കൊണ്ട് ജാതി തിരിച്ചു പറയുകയല്ല, ക്രിസ്തുവിലല്ലാത്തവർ അവരുടെ ഇടയിൽ തർക്കമാണ്. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആവരുത്. നിങ്ങൾ എങ്ങനെയാകണം? നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനുമായിട്ട് മാറണം. തലതിരിഞ്ഞാണ്. ലോകത്തിന്റെ കണക്കുകൂട്ടലുകൾ പോലെ അല്ല ദൈവത്തിന്റെ കണക്ക്. ലോകത്ത് പരാജിതർ, ദൈവത്തിൽ വിജയികൾ. ലോകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവർ, ദൈവരാജ്യത്തിൽ വിമോചിതർ. ലോകത്തിൽ ദരിദ്രർ, കഷ്ടപ്പെടുന്നവർ, ദൈവത്തിന്റെ സന്നിധിയിൽ മെച്ചപ്പെട്ടവർ. വെളിപാട് പുസ്തകം പറയുമല്ലോ ശുഭ്രവസ്ത്രധാരികളെ കുറിച്ച്. ഇവര് സഹനങ്ങളിലൂടെ കടന്നു വന്നവരാണ്. സഹനങ്ങളിൽ കുഞ്ഞാടിന്റെ രക്തത്തിൽ സ്വന്തം വസ്ത്രം കഴുകി വെളുപ്പിച്ചവർ. സഹനങ്ങളെ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച് ക്ലേശങ്ങളെ ജീവിതത്തിന് രക്ഷ നൽകുന്ന അനുഭവങ്ങളാക്കി മാറ്റിയവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാകണം. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനായിട്ട് മാറണം. ലോകപ്രകാരമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഭൂമിയിലെ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയാണ്. മറ്റുള്ളവരുടെ ശുശ്രൂഷകനും ദാസനുമായി മാറാനുള്ള മനോഭാവം ഉണ്ടാകുമ്പോൾ ലോകത്തിലെ ക്രമങ്ങളെ അത് തകർക്കും. അതൊരു വിപ്ലവമാണ്. രക്തരഹിതമായ സ്നേഹവിപ്ലവം. ക്രിസ്തുവിൽ അത് വെളിപ്പെട്ടിട്ടുണ്ട്. ആ വെളിപ്പെട്ട ലോകമാണ് നമ്മെ ചേർത്ത് നിർത്തുന്നതും സഭാ കൂട്ടായ്മയ്ക്കകത്ത് നിരന്തരമായ ആത്മാവിനാൽ നയിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ലളിതമായി യേശു പറയുന്നുണ്ട്, ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി മാറാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെയാണ് നിങ്ങളായിത്തീരേണ്ടത്. നോമ്പുകാലത്ത് പരിത്യാഗങ്ങൾ എടുത്ത് പ്രാർത്ഥനയിലൂടെയൊക്കെ മുൻപോട്ട് പോകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പരമപ്രധാനമായൊരു കാര്യം, നിങ്ങൾ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും മറ്റുള്ളവർക്ക് മോചനദ്രവ്യമായി മാറാനും ശ്രമിക്കണം. ക്രിസ്തു പറയുന്ന വാക്കിതാണ്. അവൻ പറയുന്നത് നിങ്ങൾ ശ്രവിക്കുവിൻ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. യേശു പറയുന്ന വചനം പാലിക്കണം. യേശു പറഞ്ഞത് നിങ്ങൾ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാൻ വന്നവരാണ്. നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കരുത്. ശുശ്രൂഷകരും ദാസരുമായി മാറണം. നിങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോഴാണ് ക്രിസ്തു വചനം പാലിക്കുന്നവരായിട്ട് മാറുക. ഒരു ഭാഗത്ത് നിയമമുണ്ട്. ആഗോളസഭയിൽ നമ്മൾ കണ്ടതുപോലെ മോശ വഴി നൽകപ്പെട്ട നിയമം, ആ നിയമത്തിന്റെ അനുഷ്ഠാനം. ഈ നിയമം കാർക്കശ്യമുള്ളതാണ്, പക്ഷെ പാലിക്കാൻ കഴിയുന്നില്ല. നിയമം നമുക്കറിയാം, സ്നേഹിക്കണമെന്നറിയാത്ത ആരാണ്? ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് വന്നത് എന്നറിയാത്ത ആരാ ഉള്ളത്? കഴിയുന്നില്ല. ഇത് മാനുഷികമായ സന്നിഗ്ധാവസ്ഥയാണ്. നമുക്ക് ചെയ്യേണ്ടതെന്നറിയാം, ചെയ്യേണ്ട നന്മ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്ന പാപമാണ്. പക്ഷെ ചെയ്യേണ്ടത് എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. റോമർ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. അവിടെ പറയാണ് നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല. നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പ്രവർത്തിക്കുമ്പോൾ തിന്മയായിട്ട് പോകുന്നു, ചെയ്യാൻ കഴിയുന്നില്ല. പൗലോസ്ലീഹ വിലപിക്കുകയാണ്, ഞാനത്ര ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? യേശുവാകുന്ന വചനത്തെ പാലിക്കാനാണ് വിളിക്കപ്പെട്ടത്. യേശു പറഞ്ഞത് ശുശ്രൂഷകരാകാനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാനാണ്, മോചനദ്രവ്യമാകാനാണ്. ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എത്ര ദുർഭകനായ മനുഷ്യൻ. എനിക്ക് നിങ്ങൾക്കും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി
നാം അനുഭവിക്കുന്ന ഭൗതിക ക്ലേശങ്ങളെക്കാൾ കൂടുതൽ നമ്മെ വ്യാകുലപ്പെടുത്തുകയും നിരന്തരം നമ്മുടെ മനസ്സിനകത്ത് സംഘർഷം ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, സ്നേഹിക്കണമെന്നുണ്ട്, പക്ഷെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. പൗലോസ് പറയാണ്, ഞാനത്ര ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വേറെ മാർഗമില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യേശുക്രിസ്തു വഴിയാണത് സാധ്യമാകുക. ക്രിസ്തുവിലായിത്തീരുക എന്നതിനർത്ഥം അവനിലേക്ക് നമ്മെ എടുത്തു വെക്കുക എന്നതിനർത്ഥം അവനവൻ ഉപേക്ഷയാണ്, സ്വയം ഉപേക്ഷയാണ്. ഈ സ്വയം ഉപേക്ഷ വഴി മാത്രമേ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂ. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ആഗോള സഭയുടെയും സീറോ മലബാർ സഭയുടെയും കുർബാനയ്ക്ക്, വിശുദ്ധ കുർബാനയിലെ വചനങ്ങളുടെ ഭാഗമായി നമുക്ക് കിട്ടിയത്. ഒന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കണം. അവൻ പറഞ്ഞ വാക്ക് ശുശ്രൂഷിക്കാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി മാറാനുമാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു ബോധ്യത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവ ധാർമ്മികതയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക. നാം ഇന്ന് അനുഭവിക്കുന്ന ഒരു സങ്കീർണമായ പ്രശ്നം സഭയെ ഒരു മതമായി കാണുകയും പഴയ നിയമത്തിന്റെ അനുഷ്ഠാനങ്ങൾ മുഴുവൻ ആധുനികവൽക്കരിച്ച് പുതിയ ലോകത്ത് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആധുനികതയിൽ ഈ പാരമ്പര്യക്രമങ്ങളെ യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷവും ഈ പഴയ നിയമത്തെ നാം കൊണ്ടുവന്ന് വയ്ക്കുന്നു. 10 കൽപ്പനയല്ല, പഴയ നിയമാനുഷ്ഠാനത്തിന്റെ ജീവിതത്തെ കൊണ്ടുവന്ന് വയ്ക്കാൻ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ ക്രിസ്തുവിൽ സമ്പൂർണമായ വചനം നമ്മോട് പറയുന്നത് അവനെ അനുകരിക്കാനാണ്, അനുഗമിക്കാനാണ്, അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി മാറാനാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. മരണമാണ് ദൈവം നമ്മിൽ നിന്ന് അഭിലഷിക്കുന്നത്. അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാല് ചെയ്തിടുന്നു. ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരണം. എളുപ്പമുള്ള കാര്യമല്ല. അവിടെയാണ് പൗലോസ്ലീഹ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഈ വചനത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു മാർഗമുണ്ട്. യേശു ക്രിസ്തുവാകുന്ന വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അങ്ങനെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ രക്ഷ അനുഭവിക്കാനിടയാവും. ഞാനത്ര ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? മോചനം യേശു ക്രിസ്തുവാണ്. അങ്ങനെ യേശുവിൽ മോചിതരാണെന്ന ബോധ്യത്തോടെ മുൻപോട്ട് പോകാൻ, ജീവിതത്തിൽ ഓരോ നിമിഷവും ക്രിസ്തുവിൽ സമ്പൂർണമായ ആത്മാർപ്പണത്തിൻ്റെതായിട്ട് മാറാൻ, നമ്മുടെ ജീവിതം മുഴുവനും കൗദാശികാർപ്പണത്തിന്റെ അനുഭവതലമായി മാറാൻ, ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരും ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തുന്നവരുമായി മാറാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഇന്ന് ഒരു പരീക്ഷണം എന്ന നിലയ്ക്കാണ് ഈ 2 തിരുവചന ഭാഗങ്ങളും നമ്മൾ ചിന്തയ്ക്കെടുത്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. അത് മെച്ചപ്പെട്ട രീതിയാണോ എന്ന് പറയാം. മാർച്ച് 16-ാം തീയതിയിലെ വിശുദ്ധ കുർബാന മധ്യയുള്ള സുവിശേഷ ഭാഗത്തെയാണ് നമ്മൾ ചിന്തയ്ക്കെടുത്തത്. എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ ഞായറാഴ്ചകളിലെ വചനഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് ഞായറാഴ്ചത്തെ വചനമാണ് എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും അതെടുത്തിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ആഗോള സഭയുടെയും സീറോ മലബാർ സഭയുടെയും 2 വചനഭാഗങ്ങളും ഇന്ന് വിചിന്തനത്തിനായി എടുത്തു. വചനഭാഗം വിചിന്തനം ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഒന്ന്, ഈ പഴയകാല സമൂഹത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ആ പഴയ കാലത്തെ നമ്മൾ ഓർക്കണം. യേശു ക്രിസ്തുവിൽ നൽകപ്പെട്ട പ്രബോധനത്തെ നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു രഹസ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. ആ ക്രിസ്തു രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന പ്രബോധനപരമായ ലേഖനങ്ങളെ അതിനുശേഷം നമ്മൾ ഓർക്കണം. അങ്ങനെ ഒരു ക്രമത്തിലാണ് നമ്മൾ വചനത്തെ വിശകലനം ചെയ്യുന്നതും സംസാരിക്കുന്നതും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആനുകാലിക ലോകത്തിന് അനുകൂലമായ രീതിയിൽ വചനത്തെ വ്യാഖ്യാനിച്ച് നൽകാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഈ ക്രമങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓർക്കാം. ഇപ്പോൾ എടുത്ത ഈ സംവിധാനത്തെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. വചനം പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, കേൾക്കുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ കേൾക്കുന്ന ആളുകൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അത് വിരുദ്ധമായി പോട്ടെ, ഒരുപക്ഷെ അനുകൂലമാവട്ടെ. എല്ലാവരും നന്മ പറയണമെന്ന അർത്ഥത്തിലല്ല. പറയുന്ന ഞാൻ കാണാത്ത 100 കുറവുകളും പ്രശ്നങ്ങളും പറയുന്നതിനിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ കേൾക്കുന്ന ആളുകൾ ആ കുറവും പോരായ്മയൊക്കെ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും അവരുടെ ജീവിതത്തിൽ ഈ വചനത്തെ എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുക എന്നൊക്കെ പറയുകയും ചെയ്താൽ കുറെ കൂടി വിശാലമായ ബോധ്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും.
ഒരു സംഭാഷണം കൊണ്ട് തീരുന്നതല്ല വചനത്തിന്റെ വ്യാഖ്യാനം. അപ്പം അതുകൊണ്ട് പരസ്പരമുള്ള ഒരു ബന്ധത്തിനകത്താണ് നമുക്ക് സുവിശേഷ പ്രഘോഷണം സാധ്യമായി മാറുക. നിങ്ങളേവരെയും ഹൃദയപൂർവ്വം ഒരു സംവാദത്തിന്റെ മേഖലയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ഏവർക്കും കർത്താവായ ഈശോയിൽ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. എല്ലാവരുടെയും ജീവിതം അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.